അതായത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. ജന്മകർമ്മ ചമേതിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാം വ്യതിസോ അർജുന. അർജുന, എൻ്റെ അവതാരവും എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ദിവ്യമാണ്. സാധാരണക്കാർക്ക് അത് മനസ്സിലാവുകയില്ല. അപ്പോ ആ ദിവ്യമായ ലീലകൾ സ്മരിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ് ജന്മാഷ്ടമി. ഈ ദിവസം നമ്മൾ കൂടുതൽ എത്ര നാമജപം നമുക്ക് ചെയ്യാൻ സാധിക്കും, കൂടുതൽ ഭഗവാനെ സ്മരിക്കാൻ, ഭഗവത് കഥകൾ വായിക്കാൻ, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിക്കും? അതിമത്യാനി ഭഗവൻ ഗൂഢാകപടമാനുഷത. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അതിമത്യാനി ഭഗവൻ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. കൊച്ചുകുട്ടികളൊക്കെ സൂപ്പർമാൻ, സ്പൈഡർമാനെ കുറിച്ചൊക്കെ അവർ വായിക്കാറുണ്ട്. പക്ഷെ ഭാഗവതം പറയുന്ന യഥാർത്ഥത്തിൽ സൂപ്പർ ഹ്യൂമൻ എന്ന ലീലകൾ ചെയ്തത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതിമത്യാനി ഭഗവൻ. സാധാരണ മനുഷ്യരല്ല, അതും കവിഞ്ഞുള്ള ലീലകളാണ് ഭഗവാൻ ചെയ്തത്. ഈ ഭഗവത് കഥകൾ ഒരുപാട് മധുരമായതാണ്. ഇതിനെ നിരന്തരം കേട്ട് വരുമ്പോൾ അതെല്ലാം ഹൃദയത്തിൽ പതിയും. എങ്ങനെ? ചിലർക്ക് സിനിമാ താരങ്ങളെ ഇഷ്ടമാണ്, ചിലർക്ക് കായിക താരങ്ങളെ ഇഷ്ടമാണ്, ചിലർക്ക് നേതാക്കന്മാരെ ഇഷ്ടമാണ്. അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കും. അവരെ കുറിച്ചുള്ള സന്ദേശങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തിയെ കുറിച്ച് നിരന്തരം കേൾക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആസക്തി ആ വ്യക്തിയോട് നമുക്കുണ്ടാകും. ഒന്ന് സ്നേഹം, ഇനിയൊന്ന് വെറുപ്പ്. ഈ രണ്ടുപേരും ആ വ്യക്തിയെ കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് സ്നേഹിക്കുന്നവരും അയാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി വെറുക്കുന്നവരും സദാസമയം ശത്രുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ അനുഭവം ആർക്കെങ്കിലുണ്ടോ? നമ്മളൊരു ദിവസം ഒരാൾക്ക് പിണങ്ങി അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അന്ന് മുഴുവനും നമ്മൾ ആരെ കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക? ആ ശത്രുവിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു കംസന്റെ അവസ്ഥ. സദാസമയവും കംസൻ ആരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു? ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. വൃന്ദാവനവാസികൾ, ഗോപന്മാരും ഗോപികമാരും, അവരും സദാസമയം ഭഗവാനെ ചിന്തിച്ചു. കംസനും സദാസമയം ഭഗവാനെ ചിന്തിച്ചു. ഇപ്പൊ രണ്ട് കൂട്ടം ആൾക്കാരാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ഒരുപാട് സ്നേഹിക്കുന്നവരും ഒരുപാട് വെറുക്കുന്നവരും. അപ്പൊ ഈ ദിവസം എന്ന് പറയുന്നത് ഭഗവാന്റെ അമാനുഷ്യമായ ലീലകൾ എത്ര സ്മരിക്കാൻ പറ്റും, എത്ര അധികം നമുക്ക് നാമജപം മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിലാണ് ഇന്നത്തെ പ്രാധാന്യം. ഗോപികമാർ പാടുന്നത് ജീവനം ശ്രീമദാ
വസുദേവന്റെ ഹൃദയത്തിൽ അവതരിച്ചു, പിന്നെ ദേവകിയുടെ ഹൃദയത്തിൽ അവതരിച്ചു. ആദ്യം 6 മക്കളുണ്ടായി. ഇവർ 6 പേരും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സൃഷ്ടിയുടെ സമയത്ത് ബ്രഹ്മാവ് ഒന്ന് സരസ്വതി ദേവിയെ കണ്ട് മോഹിച്ചു. ഈ സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി മുഴുവനും ബ്രഹ്മാവാണ് നടത്തിയത്. ബ്രഹ്മാവ് നടത്തിയ സമയത്ത് അതീവ ഏവരെയും ആകർഷിക്കുന്ന ഒരു സൗന്ദര്യത്തോടെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അതാണ് സരസ്വതി ദേവി. വാക്ശക്തി, വാണി, വാക്ശക്തി സരസ്വതി ദേവിയെ സൃഷ്ടിച്ചു. ഈ ശബ്ദമുണ്ടല്ലോ, ശബ്ദത്തിന് ഒരുപാട് ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. ഇപ്പോ ഒരു യുവാവും ഒരു യുവതിയും തമ്മിൽ പ്രണയിക്കും. അവർ കാണുന്നു. കണ്ടാണോ അവർ പ്രണയിക്കുന്നത്, അല്ല സംസാരിച്ചാണോ ആ പ്രണയം വളരെ ആഴത്തിൽ മുറുകെ പിടിക്കുന്നത്? എങ്ങനെയാണ്? കാണുന്നതുകൊണ്ടാണോ സംസാരിക്കുന്നതുകൊണ്ടാണോ? സംഭാഷണമാണ് ഹൃദയഗ്രന്ഥി. ഇപ്പൊ ആരെങ്കിലും നമുക്ക് രക്ഷിക്കണമെങ്കിൽ അവരെ ഫോൺ പിടിച്ച് വാങ്ങിച്ചാൽ മതി, ഒന്നും ചെയ്യില്ല, അയാളെ രക്ഷപ്പെടും. ഈ ഹൃദയഗ്രന്ഥി സംസാരിച്ചാണ്. ഈ ശബ്ദ തരംഗങ്ങളാണ് ഹൃദയത്തിനെ ഇങ്ങനെ കെട്ടിവെക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, സാധാരണ മനുഷ്യരായി നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിന് തന്നെ ഇത്രയും വശീകരിക്കുന്ന ശക്തി ഉണ്ടാവുമെങ്കിൽ ഇതിന്റെ എല്ലാം ഉറവിടമായ സരസ്വതി ദേവി, വാക്ശക്തി, അവരുടെ ശബ്ദത്തിൽ എന്തുമാത്രം ആകർഷിക്കാനുള്ള ശക്തി ഉണ്ടാകും. അപ്പൊ ബ്രഹ്മാവാണ് ഈ വാക്ശക്തിയെ സൃഷ്ടിച്ചുവെങ്കിലും ബ്രഹ്മാവിന് ഒരു ആകർഷണം തോന്നി. ബ്രഹ്മാവ് എണീറ്റ് ആ വാക്ശക്തിയുടെ, സരസ്വതിയുടെ പുറകെ നടന്നു. ബ്രഹ്മാവ് സൃഷ്ടിച്ചത് കൊണ്ട് ബ്രഹ്മാവിന് പിതാവിന്റെ സ്ഥാനം. പിതാവ് പുത്രിയുടെ പുറകെ ഓടിക്കഴിഞ്ഞാൽ അത് ലോകം വളരെ മോശമായി പുച്ഛിക്കും, മോശമായി സംസാരിക്കും. ആ സമയത്ത് 6 പേര് നിന്ന് പരിഹസിച്ചു ചിരിച്ചു. ഇവർ 6 പേരും ഭൃഗുവിന്റെ പുത്രന്മാരായി. ആരെ നോക്കിയാണ് പരിഹസിച്ചു ചിരിച്ചത്? ആരെ നോക്കി? ബ്രഹ്മാവിനെ നോക്കി ചിരിച്ചു. അത് ശരിയാണോ തെറ്റാണോ? ബ്രഹ്മാവ് തെറ്റ് ചെയ്തു, അത് യാതൊരു തർക്കവുമില്ല, സംശയമില്ല. ബ്രഹ്മാവ് തെറ്റാണ് ചെയ്തത്. പക്ഷെ ബ്രഹ്മാവിന് മാപ്പ് കിട്ടി. അതിനെ പരിഹസിച്ചു നോക്കി ചിരിച്ച ആൾക്കാർക്ക് മാപ്പ് കിട്ടിയില്ല. ഈ ഭൂമിയിൽ എല്ലാവരും തെറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്. ബലഹീനത കൊണ്ടാണ്, അവരുടെ ഹൃദയ ദൗർബല്യം കൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുമ്പോൾ അത് തെറ്റ്, വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ അത് അവന്റെ ചോയ്സ്. ചോയ്സ് എന്ന് പറയും മലയാളത്തിൽ. അവനത് ചൂസ് ചെയ്യും, അവന് വേറെ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം പറ്റിയത് വീഴ്ച, രണ്ടാമത് അതേ തെറ്റ് ആവർത്തിക്കുമ്പോൾ അത് അവരുടെ ചോയ്സാണ്. വീണ്ടും 3ാമത്തെ പ്രാവശ്യം ആ തെറ്റ് ആവർത്തിക്കുവാണെങ്കിൽ അത് അവരുടെ സ്വഭാവമായി മാറിക്കഴിയും. ഒരിക്കലത് സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കതിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പുകവലിക്കുന്നത് തെറ്റാണ്, കഞ്ചാവും ലഹരിയും തെറ്റാണ്, മദ്യപാനം തെറ്റാണ്, അവിഹിതമായ സ്ത്രീ പുരുഷ ബന്ധം തെറ്റാണ്. അത് ആദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് അത് തെറ്റ്. 2ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് തെറ്റല്ല, അത് അവന്റെ ചോയ്സാണ്. ഇനിയൊന്നും ചെയ്യാൻ അവന് അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ വീണ്ടും അവന്റെ ഹൃദയ ദൗർബല്യം കൊണ്ട് അതേ തെറ്റിനെ ഒരിക്കൽ കൂടെ ആവർത്തിക്കും. ഒരു തെറ്റിനെ 3-4 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അതെന്തായി
ഒരേ ഒരിക്കലാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് തെറ്റ് മാത്രം. നമ്മൾ ചെയ്യുന്നതിനെയൊക്കെ തെറ്റെന്ന് പറയാനേ പറ്റില്ല. കാരണം നമ്മൾ ആവർത്തിച്ച് ചെയ്യാം. കുടുംബം നമ്മൾ എന്ന് പറയും, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയും. ഫസ്റ്റ് ടൈം ചെയ്യാണെങ്കിൽ മാത്രമേ അതിനെ തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ അതിനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. എന്റെ ബലഹീനത, എന്റെ ഹൃദയ ദൗർബല്യം, എന്റെ സ്വഭാവമായി കഴിഞ്ഞു. അത് പിന്നീട് രോഗമായി, സിക്നസ് പിന്നത് വേണം. ആ തെറ്റില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അവരുടെ രോഗമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് ചെയ്തത് തെറ്റ് മാത്രം. കാരണം ബ്രഹ്മാവ് അത് പിന്നീട് ആവർത്തിച്ചിട്ടേയില്ല, ഒരേ ഒരിക്കലേ ചെയ്തു. ഒരു നിമിഷം മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആവർത്തിക്കുന്ന തെറ്റ് നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരും കൈയെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ തന്നെ ചിന്തിക്കുക. ആവർത്തിക്കുന്ന തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിന് തെറ്റല്ല. എന്തായി കഴിഞ്ഞു? നമ്മുടെ ഹാബിറ്റ്, സ്വഭാവമായി മാറി. തെറ്റാണെങ്കിൽ തിരുത്താം, സ്വഭാവമാണെങ്കിൽ പിന്നെ തിരുത്താൻ പറ്റില്ല. പിന്നെ വേദനയിൽ കൂടെ തിരുത്താൻ പറ്റുള്ളൂ. ഈ മിലിറ്ററിയിലും ആർമിയിലൊക്കെ പണിഷ്മെന്റ് കൊടുക്കുന്നില്ല അല്ലേ? രാവിലെ ഓടാനും വെറും വയറ്റിൽ ചാടാനും ഭയങ്കരമായ രൂക്ഷമായ ട്രെയിനിങ് ആയിരിക്കും ഈ ആർമി ക്യാമ്പുകളിൽ കിട്ടുന്നത്. നമ്മൾ പുരാണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഗുരുകുലത്തിലും അങ്ങനത്തെ ശിക്ഷണമാണ് ഉണ്ടായിരുന്നത്. ആ വിദ്യാർത്ഥിക്ക് ഗുരുവിന്റെ മുമ്പേ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല. ഇവിടെ അങ്ങനെയല്ല. എല്ലാവരും നമ്മളെയാണ് ഉപദേശിക്കുന്നത്. പണ്ട് കാലത്ത് ഗുരുകുലത്ത് വിദ്യാർത്ഥികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഗുരു പറയുന്നത് അത് ഈ വിദ്യാർത്ഥി തെറ്റെന്ന് വിചാരിച്ചാൽ രൂക്ഷമായ പരിശീലനമായിരുന്നു അന്ന് കാലത്ത്. അർജുനനൊക്കെ ഗുരുകുലത്തിൽ ദ്രോണാചാര്യരുടെ ചേർക്കാൻ പോയപ്പോ അർജുനന്റെ വയസ്സ് 5 or 6. കൃഷിഭൂമിയിൽ ഈ ഇത് കെട്ടൂല്ലേ, ഈ വയലിലൊക്കെ ഒരു ഇത് കെട്ടും, അതിർത്തി പോലെ വെള്ളം കെട്ടി വെക്കും. പിന്നെ പൊട്ടിക്കുമ്പോ വെള്ളം അപ്പുറത്ത് പോകും. അവിടെ കെട്ടി വെക്കും. അതെന്താ പറയാ? വരമ്പ് ഇങ്ങനെ കെട്ടി വെക്കും. അത് കെട്ടാനുള്ള ജോലിയാണ് ആദ്യം അർജുനനെ ഏൽപ്പിക്കുന്നത്. വയസ്സ് 5 or 6. അതാ ഇവരുടെ ഒക്കെ പ്രായം. മൈഥിലിക്ക് എത്രയായി വയസ്സ്? ഈശോയ്ക്ക് എത്രയായി? ഏത് ക്ലാസ്സിലാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. 5 വയസ്സ്. മറ്റേ ഇത് തൂക്കിക്കൊണ്ട് പോകണം. ഏത്? കലപ്പയില്ല, മൺപെട്ടി. അത് അവരെക്കാളും കഴിച്ചിട്ടുണ്ടാകും. അർജുനന് 5 വയസ്സ്. അതും തൂക്കിക്കൊണ്ടുപോയി ഈ ചെടിയൊക്കെ വെച്ച് വരമ്പ് കെട്ടുന്ന സമയത്ത് ആ കുഞ്ഞിനത് സാധിച്ചില്ല. വരമ്പ് കെട്ടാനേ സാധിച്ചില്ലെന്നുള്ളൂ. ആ 5 വയസ്സിൽ തന്നെ കുരയ്ക്കുന്ന പട്ടിയുടെ വായിക്കത് തമ്പൂടാൻ പറ്റും. അർജുനൻ ഒരു പട്ടി കുരയ്ക്കുന്ന വായിന്നത് തമ്പുവിടാൻ ഒരു അമ്പ് തറച്ചു കഴിഞ്ഞാൽ ആ അമ്പിന്റെ പുറകെ തരച്ച് കയറ് പോലെ കെട്ടി. ഇത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നു. എത്രാമത്തെ വയസ്സില്? 5 വയസ്സിൽ. പക്ഷെ ഈ വരമ്പ് കെട്ടാൻ പറ്റിയില്ല. അത് കെട്ടിയപ്പോ അതിൽ നിന്ന് പൊട്ടി വെള്ളം വരാൻ തുടങ്ങി. എത്രയോ ചെടികൾ ചാച്ചു നോക്കി, പക്ഷെ വെള്ളത്തിനെ തടുത്തു നിർത്താൻ സാധിച്ചില്ല. ഉടനെ അർജുനൻ എന്തെയും വിരല് കുത്തി കയറ്റി. കുറച്ചു കഴിഞ്ഞപ്പോ ആ തുള വലുതായി, കൈ കുത്തി കയറ്റി. ഇതൊക്കെ ആയി വെള്ളം നിർത്താൻ പറ്റിയില്ല. സന്ധ്യ വരെ മറ്റു വിദ്യാർത്ഥികളെല്ലാം തിരിച്ചു വന്നു. കാരണം ഗുരുവിന്റെ അനുവാദമില്ലാതെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതായത് ശ്ലോകം എനിക്ക് മറന്നുപോയി, ശിഷ്യനെ കുറിച്ചുള്ള ശ്ലോകം. ഗുരു സുഹൃത സൗഹൃദ മറന്നുപോയി. അതായത് ഗുരുവിന്റെ വാക്കുകൾ അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഗുരുവിന്റെ അനുവാദം ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. സോ എല്ലാ വിദ്യാർത്ഥികളും ജോലിയൊക്കെ തീർത്തിട്ട് തിരിച്ചു വന്നു. അർജുനനെ മാത്രം കണ്ടില്ല. ഭീമന് വല്ലാത്ത ഒരു മാനസിക പ്രയാസമായി.
അങ്ങനെ ഭീമനും അർജുനനെ അന്വേഷിച്ചു പോയി. സന്ധ്യോളമായി. ശ്രീ ശ്രീ കൃഷ്ണബലരാം ബ്രഹ്മചാരി ഗുരുകുലേ വാസൻ ദാന്തോ പുരോഹിതം ആശ്ചര്യ നിശ്ചവസന ഗുരു സുഹൃത സൗഹൃദ. ഗുരുകുലത്തിൽ വസിക്കണം. ദാന്തോ പുരോഹിതം, ഗുരുവിന്റെ ആഗ്രഹമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ഭീമൻ അന്വേഷിച്ചു പോയി. അർജുനനെ കാണാൻ പറ്റുന്നില്ല, സന്ധ്യ ആയല്ലോ എന്ന് ഭീമൻ അന്വേഷിച്ചു പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോ അർജുനൻ എന്ത് ചെയ്തിരിക്കുകയാണ്? കൈ വെച്ചു, വിരൽ വെച്ചു, വെള്ളത്തിനെ തടയാൻ ശ്രമിച്ചു. പക്ഷെ തടയാൻ പറ്റാത്തതുകൊണ്ട് ആ വരമ്പിൽ കുറുകെ കിടക്കും. ആ കുഞ്ഞ് 5 വയസ്സ് കുഞ്ഞ് വറമ്പിൽ ഇങ്ങനെ കുറുകെ കിടക്കുന്നു. മുഴുവൻ ദിവസവും വെള്ളത്തിൽ ഇരുന്ന് ശരീരമെല്ലാം ഇങ്ങനെ തണുത്തു വിറച്ചിരിക്കാൻ. ദ്രോണാചാര്യൻ ചോദിച്ചു, അർജുന, നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ വന്ന് പറയാമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ അർജുനൻ പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് തീർത്തിട്ടേ വരാവൂ എന്ന്. എനിക്ക് തീർക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കിടന്നു എന്ന്. വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഒന്നുമില്ലായിരുന്നു. ബ്രഹ്മാവ് ഈ ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റാണ് ബ്രഹ്മാവ് ചെയ്തത്? സരസ്വതിയുടെ പുറകെ പോയി മനസ്സുകൊണ്ട് പശ്ചാത്തപിച്ചു. ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ. നമ്മളെ പിടിച്ച് എവിടെയെങ്കിലും തുരക്കിൽ അടയ്ക്കുന്നുണ്ടോ, ജയിലിൽ പിടിച്ചിടുന്നുണ്ടോ, 3 മാസം അത് ചെയ്യും, അതല്ല ഒരു വ്യക്തിക്ക് ശിക്ഷ. യഥാർത്ഥ ശിക്ഷ എന്ന് പറയുന്നത് അവൻ മനസ്സുകൊണ്ട് അത് തെറ്റാണെന്ന് അവന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവൻ അത് തിരിച്ചു ചെയ്യാതെ ഇരിക്കുള്ളൂ. ഇപ്പൊ സർക്കാരിന്റെ ഒരു തെറ്റ് ചെയ്യുന്നവരെ പിടിച്ചിട്ട് ബന്ധിച്ചു വെക്കുകയല്ലേ, അറസ്റ്റ് ചെയ്യല്ലേ? അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു കള്ളൻ നല്ലവനാവോ? അവൻ 3 മാസം അറസ്റ്റ് എടുത്ത് വീണ്ടും അടുത്ത വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് റെഡിയായിരിക്കും. ഒരു മോഷണം കഴിഞ്ഞാൽ വീണ്ടും അകത്ത് പോയി 3 മാസം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും തിരിച്ചു അവൻ അവന്റെ ഉള്ളിൽ ഒരു പശ്ചാത്താപം, കുറ്റബോധം ഉണ്ടെങ്കിൽ മാത്രമേ അവനെ തിരുത്താൻ പറ്റൂ. പണ്ട് ഗുരുക്കന്മാർ എന്ത് ചെയ്യും? അവർ സത്സംഗം കൊണ്ടും വാക്കുകൾ കൊണ്ടും അയാളെ തിരുത്താൻ ശ്രമിക്കും. ഇന്ന് നമ്മൾ നിയമം കൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നു. നിയമം കൊണ്ട് ആരെയും തിരുത്താൻ പറ്റുമോ? ആരെയും തിരുത്താൻ പറ്റും. അവര് കുറച്ചു ദിവസം പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നല്ലാതെ ആരെയും തിരുത്താൻ പറ്റില്ല. അപ്പോ ബ്രഹ്മാവിന് ഒരു പശ്ചാത്താപം ഉണ്ടായി. ഞാൻ ഇത്രയും വലിയ വ്യക്തി, ആചാര്യൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ്, എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി, ലജ്ജയുണ്ടായി. അദ്ദേഹം ബ്രഹ്മാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് ഭാഗവതം പറയുന്നത്. ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നത് കുറ്റമാണ്, പാപമാണ്. അങ്ങനെയുള്ളപ്പോൾ ബ്രഹ്മാവ് എന്തെങ്കിലും ചെയ്തു? ഭാഗവത പുരാണങ്ങളിലുണ്ട്. ഗോകർണൻ ആത്മഹത്യ ചെയ്തപ്പോൾ, ഈ ദുന്ദുകാരി ഗോകർണന്റെ കഥയിൽ ദുന്ദുകാരി ആത്മഹത്യ ചെയ്തപ്പോൾ പ്രേതം പിശാചായി മാറി. പക്ഷെ ബ്രഹ്മാവ് ആത്മഹത്യ ചെയ്തു. ആർക്കെങ്കിലും അറിയാമോ ബ്രഹ്മാവ് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? എങ്ങനെ ആത്മഹത്യ ചെയ്തു ബ്രഹ്മാവ്? സാധാരണ ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥൂല ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കും. കയറിൽ കെട്ടി തൂങ്ങി സ്ഥൂല ശരീരത്തിനെ നശിപ്പിക്കും. ബ്രഹ്മാവ് ആത്മഹത്യ, സൂയിസൈഡ് ചെയ്തത് എങ്ങനെയാണ്? തന്റെ സൂക്ഷ്മ ശരീരത്തിനെ കത്തിച്ചു. സൂക്ഷ്മ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ആ സൂക്ഷ്മ ശരീരത്തിനെ അദ്ദേഹം കത്തിച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ വേണം നമ്മൾ പശ്ചാത്തപിക്കാൻ. അപ്പൊ ബ്രഹ്മാവ് ആ തെറ്റിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ പരിഹസിച്ച 6 പേര് കുടുങ്ങി. ആരാണ് 6 പേര് പരിഹസിച്ചത്? ഭൃഗുവിന്റെ 6 പുത്രന്മാർ. അവർക്ക് വീണ്ടും 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 ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നു. അവസാനം ദേവകിയുടെ ഗർഭത്തിൽ 6 കുഞ്ഞുങ്ങളായി
കംസൻ ഓരോന്നായിട്ട് അതിനെ അടിച്ചു പോകും. ഇപ്പോ തെറ്റ് ചെയ്ത ആൾക്കാണ് കൂടുതൽ പണിഷ്മെന്റ് കിട്ടിയത്, ആ തെറ്റിനെ ആസ്വദിച്ച് പരിഹസിച്ചവർക്കാണ് കൂടുതൽ പണിഷ്മെന്റ് കിട്ടിയത്. ആർക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടിയത്? തെറ്റ് ചെയ്തവർക്കാണോ തെറ്റിനെ പരിഹസിച്ചവർക്കാണ്? ആർക്കാണ് കൂടുതൽ? പരിഹസിച്ചവർ. കാരണം പരിഹസിക്കുന്നവർ മാനസികമായി ആ തെറ്റിനെ കൂടുതൽ ചെയ്യുന്നു എന്നാണ്. ഒരുത്തൻ തെറ്റ് ചെയ്തു, പരിഹസിക്കുന്നവരെന്താ? നീ അറിഞ്ഞ അവ ഇന്നലെ ആ തെറ്റ് ചെയ്തു, നീ അറിഞ്ഞ അവ ഇങ്ങനെ ഇന്നലെ കാണിച്ചത്, എങ്ങനെ പറയണമെന്ന് അറിയില്ല, എന്താണ് ഞാൻ പറയുന്നില്ല, പറ, അത് ഇങ്ങനെയാണ്. ഇതിനെ മനസ്സുകൊണ്ട് ആവർത്തിച്ച് തെറ്റിനെ റിപ്പീറ്റ് ചെയ്യുന്നവരാരാ? ഈ പരിഹസിക്കും. അപ്പൊ ആർക്കാണ് വലിയ ശിക്ഷ? തെറ്റ് ചെയ്തവൻ പോലും പശ്ചാത്തപിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടും. അതിനെ മനസ്സുകൊണ്ട് ആസ്വദിച്ച് ചർച്ച ചെയ്ത് അതിനെ മറ്റുള്ളവരെടുത്ത് വിളംബരം ചെയ്യുന്ന വ്യക്തിക്കാണ് വലിയ ശിക്ഷ. അപ്പൊ നമ്മളിൽ ഈ രണ്ടാമത്തെ തെറ്റ് ചെയ്തവർ എത്ര പേരുണ്ട്? പരിഹസിച്ച് വിളംബരം ചെയ്ത് ആസ്വദിച്ചില്ലേ? ആ ശിക്ഷയാണ് ഈ ഭൃഗുവിന്റെ 6 പുത്രന്മാർക്ക് ലഭിച്ചത്. അവർ വീണ്ടും വീണ്ടും മനുഷ്യജന്മം എടുത്ത് മരിച്ച് കൊല്ലപ്പെട്ട് ഇല്ലേ? ബ്രഹ്മാവിന് ഒരു പണിഷ്മെന്റും ഇല്ല. ഇവരെ കൊന്ന് ജനിച്ച് അവസാനം ദേവകിയുടെ 6 പുത്രന്മാരായി ജനിച്ചു. അതിന്റെ ദേവകി കംസൻ വന്ന് അവരെ കാരാഗ്രഹ ചുമരിൽ അടിച്ചത്. 2-3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്, മണിക്കൂർ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അതിനെ എടുത്ത് അടിച്ചത്. അവരാണ് ഏറ്റവും വലിയ പാപം ചെയ്തത്. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ
ഇവിടെ നിർത്തി. 6 പുത്രന്മാർ മരിച്ചു. ശ്രീമദ് ഭാഗവതം പറയുന്നത് ദേവകിയുടെ ഈ 6 പുത്രന്മാരും ഓരോ ചീത്ത സ്വഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം. ഇത് 6 നമ്മളുടെ എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട്. കാമമുണ്ട്, ദേഷ്യമുണ്ട്, മോഹാലസ്യത്തിൽ വീഴുന്ന പ്രവണതയുണ്ട്, പിന്നെ മത്സര മനോഭാവം, അസൂയുണ്ട്, ഭ്രാന്തുണ്ട്. ഭ്രാന്തുണ്ടോ? നമുക്ക് ഭാഗവതം പറയുന്ന എല്ലാ ഭ്രാന്തുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഒരു മനസ്സ് സമനിലയിൽ അങ്ങനെ ശാന്തരായിരിക്കുമ്പോഴൊന്നും വരില്ല. വീണയുടെ കമ്പി പോലെയാ മനസ്സ്. ഈ വീണയുടെ കമ്പി അധികം ടൈറ്റ് ചെയ്യാനും പറ്റില്ല. ഒരുപാട് ടൈറ്റ് ചെയ്ത വീണയുടെ കമ്പി കൊണ്ട് നല്ല ലൂസാക്കി വിട്ടാൽ അതിന് നാദം വരില്ല, സൗണ്ടും വരില്ല. അതൊരു പ്രത്യേക രീതിയിൽ ടൈറ്റ് ചെയ്യാം. മനസ്സും അതുപോലെയാണ്. ഒരുപാട് സന്തോഷിച്ചാലും ഭ്രാന്താകും, ഒരുപാട് ദുഃഖത്തിൽ പോയാലും എന്താകും? അതൊരു നടുക്ക് നിൽക്കുമ്പോൾ മാത്രമേ അത് ശരിക്കും ഉണ്ടാവുള്ളൂ. അത് കാരണം കലികാലത്തിൽ അത്തരം ഭ്രാന്ത് ഒരുപാട് പേരുണ്ട്. അതിൽ ഭാഗവതം ഉദാഹരണമായി പറയുന്നത് ശിശുപാലന്റെ സഹോദരന്മാരാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗവതത്തിൽ ആ കഥ അറിയാം. ജയവിജയന്മാർ 3 ജന്മമെടുത്തു. കുമാരന്മാരെ ശപിച്ച് ജയവിജയന്മാർ 3 ജന്മമെടുത്തു. ഏതൊക്കെയാണ് 3 എണ്ണം? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. രണ്ടാമത്തെ രാവണനും കുംഭകർണനും. മൂന്നാമത്തത് ഹരിതയും സുധി. മൂന്നാമത്തേത് ശിശുപാലനും. ഈ ദണ്ഡവക്രന്റെ കഥ വലുതായിട്ട് ആർക്കും അറിയില്ല. ആർക്കെങ്കിലും അറിയുന്ന ദണ്ഡവക്രന്റെ കഥ? വലിയ പ്രചരണമില്ല. ഈ ദണ്ഡവക്രൻ ആരാണെന്ന് അറിയാമോ? ആരാണ്? ശരിയായ ഉത്തരം പറയുമോ? കല്യാൺ സിൽസിന്റെ ദണ്ഡവക്രൻ ആരാണ്? നമ്മൾ ഈ പേരിനെ പറയും എല്ലാവരും, പക്ഷെ ആരാണ്? ശിശുപാലന്റെ സഹോദരൻ, മൂത്ത സഹോദരൻ. ഈ ശിശുപാലന്റെ മൂത്ത സഹോദരൻ രാവിലെ എണീറ്റിട്ട് ശരീരം ഭയങ്കരമായി വളർത്തി വെച്ചിരിക്കുക. അകത്ത് ആൾ താമസമില്ല. ഏകദേശം ഈ കല്യകുത്തിലുള്ളതുപോലെ ഒരു മനുഷ്യനായി. ആര്? കണ്ടവൻ. രാവിലെ ജിമ്മിലൊക്കെ പോയി മറ്റേ ഈ സാധനത്തിലെ ആ ഒലക്ക പോലെ തലക്കെടുത്ത് കറക്കി മസിലൊക്കെ അടിച്ചിങ്ങനെ വെച്ചിരിക്കുക. പക്ഷെ എന്തില്ല, തലയ്ക്കകത്ത് ആൾ താമസമില്ല. കുറച്ചെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ളത് ശിശുപാലൻ. അസൂയിക്ക് കല്ലിങ്കാലം വെച്ച ആളാണ്. ആര്? ശിശുപാലൻ. ശിശുപാലന്റെ രാവിലെ എണീറ്റാൽ ചെയ്യുന്ന സാധന എന്താണെന്ന് വെച്ചാൽ, എണീറ്റ ഉടനെ കൃഷ്ണനെ 99 പ്രാവശ്യം ചീത്ത പറയും. 100 പറഞ്ഞാൽ എന്തായി പോകും? തലപൊട്ടിക്കും, ചത്തു. അതുകൊണ്ട് ശിശുപാലന്റെ സാധന എന്താന്ന് വെച്ചാല്, രാവിലെ എണീറ്റിട്ട് 99 പ്രാവശ്യം ശിശുപാലന്റെ ചീത്ത പറയും. പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും ഒന്നേന്ന് തുടങ്ങും. 99 പ്രാവശ്യം പറയും, വീണ്ടും ബ്രേക്ക് എടുക്കും. പക്ഷെ ഒരു ദിവസം ശിശുപാലൻ മാത്സിൽ വീക്കായി, കണക്കിൽ അല്പം വീക്കായിരുന്നു. പറഞ്ഞു വന്നപ്പോ എത്രയായി? 100 കൃഷ്ണ ഭഗവാൻ സുദർശന ചക്രവും അയച്ച് ശിശുപാലന്റെ തലയിലെത്തി. അസൂയ നമുക്കുമുണ്ട്. ചെറിയ കളികൾ, കടുകുമണി പോലെ അസൂയ നമുക്കുമുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മളെക്കാളും ഭംഗിയായി ഇനി ഒരാൾ ചെയ്താൽ മനസ്സിന്റെ ഉള്ളിൽ ചെറിയ ഒരു അസ്വസ്ഥത എത്ര പേര് ഫീൽ ചെയ്യാറുണ്ട്? പ്രഭുവിന്റെ ഏത് കാര്യത്തിലാണ്? പല കാര്യത്തിലും തോന്നാറുണ്ട്. പ്രഭുവിനെക്കാൾ നന്നായിട്ട് പാടിയാൽ, ജോലിയിലായി സീറ്റ് പിടിച്ചോണ്ട് പോയാൽ പാടാണല്ലേ എല്ലാവർക്കും. ഇതൊക്കെ പിന്നെയും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ചിലർക്കൊക്കെ അസൂയ എത്താൻ
ഞാനിട്ട അതേ ഡ്രസ് അവരെന്തിനാ ഇന്നിട്ടത്? അതിന് നഷ്ടം. വിചിത്രമായ കാര്യങ്ങളിലൊക്കെയാണ് ആൾക്കാർക്ക് അസൂയയും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. പക്ഷേ ശിശുപാലന് ഭഗവാന്റെ മഹിമകൾ, ആരെങ്കിലും ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിശുപാലന് യാതൊരു തരത്തിലുള്ള സമാധാനവും ഇല്ല. അങ്ങനെ ധർമ്മരാജൻ യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് ശിശുപാലൻ ചെന്നു. അവിടെ ആ രാജസൂയ യാഗത്തിൽ എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ബ്രഹ്മാവ്, മഹാദേവൻ, ഇതുപോലെ മഹത് വ്യക്തികളാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. ഇത് കേട്ട് കേട്ട് വന്നപ്പോ അസൂയ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ശിശുപാലൻ ദേവേന്ദ്രൻ വരുന്നു, ഭഗവാന് വെഞ്ചാമരം സമ്മാനമായി കൊടുക്കുന്നു. മഹാദേവൻ വന്ന് വേറൊരു സാധനം സമ്മാനമായി, ബ്രഹ്മാവ്, വിശിഷ്ട വ്യക്തികളെല്ലാം ഭഗവാന് സമ്മാനങ്ങൾ നൽകിയപ്പോ ഇതെല്ലാം കണ്ട് 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 അസൂയ തലയ്ക്ക് പിടിച്ച ശിശുപാലൻ ഭഗവാനെ കുറ്റം പറയാൻ വലിയ സദസ്സിൽ, വിശിഷ്ട വ്യക്തികളെല്ലാം കൂടിയിരിക്കുന്ന സദസ്സിൽ അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങി. എന്തായി? കണക്ക് തെറ്റിപ്പോയി. സാധാരണ 99 പറഞ്ഞ് നിർത്തുന്ന ഒരാളാണ്. അന്ന് കണക്ക് തെറ്റിപ്പോയി. ശിശുപാലൻ എന്ത് ചെയ്തു? 99 കടന്നുപോയി. 100 വരെ കാത്തിരുന്ന ഭഗവാൻ ശിശുപാലൻ ഇങ്ങനെ ചീത്ത പറയുന്നു. ഭഗവാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് അടുത്ത് വന്നു നിന്ന് സരസ്വതി ദേവിക്ക് പോലും ശിശുപാലന്റെ കാര്യങ്ങൾ സഹിക്കാൻ പറ്റിയില്ല. ശിശുപാലൻ ഓരോ ചീത്ത പറയുമ്പോഴും സരസ്വതി ദേവി അതിനെ മഹിമയായിട്ട് കൺവെർട്ട് ചെയ്യാം, അതിനെ സ്തുതിയായിട്ട് കൺവെർട്ട് ചെയ്യണം. ഇങ്ങനെ ഭഗവാനും ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. 99 കഴിഞ്ഞു, 100 ഭഗവാൻ ആവശ്യപ്പെടാതെ തന്നെ സുദർശന ചക്രം പ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. കാരണം സുദർശന ചക്രത്തിന് ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ആരെങ്കിലും വൈഷ്ണവരെ നിന്ദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. ആർക്ക്? സുദർശന ചക്രത്തിന് അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. ദുർവാസാവ് തന്റെ തലയിൽ നിന്ന് ഒരു പിടി മുടി പിഴുതെടുത്തു. ദുർവാസാവ് ശപിച്ചു ആരെ? അംബരീഷ് രാജാവിനെ. എന്തിനാണ്? ഞാൻ വരുന്നതിന് മുമ്പേ 3 തുള്ളി വെള്ളം കുടിച്ചു. ദുർവാസാവ് പറഞ്ഞു അംബരീഷിന്റെ അടുത്ത്, ഞാൻ പോയിട്ട് വരാം, നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു. അംബരീഷ് രാജാവ് കാത്തിരിക്കുന്നു. പാരണ വീട്ടാനുള്ള സമയം അതിക്രമിച്ചു. അപ്പൊ അംബരീഷ് രാജാവ് എന്ത് ചെയ്തു? 3 തുള്ളി വെള്ളം എടുത്തു. ഇതൊരു കുറ്റമാണ്. ഞാനൊക്കെ ചില ദിവസം പുറത്തു പോയി തിരിച്ചു ആശ്രമത്തിൽ ഒരു അരി പോലും കാര്യം മറ്റന്തേവാസികൾ തീർത്ത്. ദുർവാസാവിൽ വരെ അംബരീഷ് 3 തുള്ളി വെള്ളം കുടിച്ചു. അതൊരു പാപമാണ്. ദുർവാസാവ് ദേഷ്യത്തിന് തലയിൽ നിന്ന് 1 കെട്ട് മുടിയും പിഴുതെടുത്ത് ശിവജ്വരം, ശിവന്റെ അഗ്നിയെ വീഴ്ത്തി ആരെ കൊല്ലാനായിട്ട് ശ്രമിച്ചു? അംബരീഷ് രാജാവിനെ കൊല്ലാനായിട്ട് ശപിച്ചു വിട്ടു. അപ്പോ ഭഗവാൻ നിദ്രയിലാണ്. അനന്തന്റെ പുറത്ത് ഭഗവാൻ ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷേ സുദർശന ചക്രം താനേ അവിടെ പ്രത്യക്ഷമായി ദുർവാസാവിനെ ഓട്ടിക്കാൻ തുടങ്ങി. എത്ര ദിവസം ഓട്ടിച്ചു? 1 കൊല്ലം. ദുർവാസാവ് ഭഗവാന്റെ അടുത്ത് വന്നു, അങ്ങയുടെ സുദർശന ചക്രം ഓട്ടിച്ചുകൊണ്ടിരിക്കാൻ. ഭഗവാൻ പറഞ്ഞു, ഞാനല്ല പറഞ്ഞിട്ടെന്ന് അപ്പുറത്ത് തിരിഞ്ഞു പറയാം. അപ്പോ ഭക്തരെ നിന്ദിച്ചു കഴിഞ്ഞാൽ സുദർശന ചക്രത്തിന് ആരുടെയും അനുവാദം ആവശ്യമില്ല. സുദർശന ചക്രം അത് റെഡിയായിട്ടില്ല. ഇപ്പൊ ആര് നിന്ദിച്ച കാര്യമാ പറയുന്നത്? ശിശുപാലൻ 100 പ്രാവശ്യം വിഘ്നേഷ് അവരെടുത്ത് പറയുന്നത് താഴെ ഹോളുണ്ട്, അത് ഓപ്പൺ ചെയ്തു. അപ്പോ ശിശുപാലൻ തന്റെ ഇതെന്താ പറയാ, ഭഗവാനെ കുറ്റം പറയുന്നത് 100ാമത്തത് കൂടെ കഴിഞ്ഞപ്പോ സുദർശന ചക്രം താനേ പുറപ്പെട്ടു. ഈ എന്താ പറയാ, ഈ ഒരു വേദി, ഈ ഒരു സദസ്സിൽ, രാജസൂയ യാഗം നടക്കുന്ന പുണ്യ സദസ്സിലാണ്. അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്? ഭഗവാൻ. ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ ഒരു മംഗളകാമം നടക്കുക, ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരാളെ വിളിച്ച്
അയാൾ വന്നിട്ട് ഇവിടെ ഒരാളെ കുത്തിക്കൊന്ന എന്ത് സംഭവിക്കും? ഇല്ലേ? ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നതാ ഭഗവാൻ. ഭഗവാന്റെ കയ്യിലിരുന്ന് പുറപ്പെട്ടു പോയ ആ സുദർശന ചക്രം ശിശുപാലന്റെ കഴുത്ത് വെട്ടി മാറ്റുകയും അവിടെ ഇരുന്ന് ആ ശിശുപാലന്റെ ആത്മാവ് ഭഗവാന്റെ പാദത്തിൽ വന്ന് പ്രവേശിക്കുകയും ചെയ്തു. ആ സദസ്സ് എന്ത് ചെയ്തു? പാണ്ഡവർ നിൽക്കുന്നു, മഹാദേവൻ നിൽക്കുന്നു, ബ്രഹ്മാവ് നിൽക്കുന്നു, മറ്റു പല വിശിഷ്ട എല്ലാവരും കൈകൊട്ടി ജയഘോഷം വിളിച്ചിരുന്നതിന് കൊലപാതകം ചെയ്തു. അവിടെ അന്ന് കൂടിയിരുന്ന അത്തര വ്യക്തികളും ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ എല്ലാരും ആസ്വദിക്കാം. രാജസൂയ യാഗം നടക്കുന്ന ഒരു മംഗള സദസ്സിലായിരുന്നു നടന്നിരിക്കുന്നത്. ശിശുപാലനെ വധിച്ചപ്പോ ശിശുപാലന്റെ മൂത്ത സഹോദരനായ ദണ്ഡവക്രൻ, ഈ ദണ്ഡവക്രൻ എവിടെയോ ജിമ്മിൽ നിൽക്കുമായിരുന്നു. ഈ കഥയൊക്കെ ചുറ്റി കറക്കി. ശിശുപാലൻ ഇത്രയേ കേട്ടുള്ളൂ. എന്താണ്? ദണ്ഡവക്രൻ ഇത്രയേ കേട്ടുള്ളൂ, തന്റെ അനുജനായ ശിശുപാലനെ കൃഷ്ണൻ വധിച്ചു. ഈ എന്താ ഏതാ മലയാളത്തിൽ പറയില്ലോ, എന്തോ പറ്റിയ മുമ്പ് എന്താ എടുക്കുമെന്ന് പറയില്ല, എന്താ പറയുക? എന്താ ഏതാ ഒന്നും തിരിച്ചു ചിന്തിക്കാൻ ആള് തയ്യാറായില്ല. ഉടനെ ഒരു കാലിരുന്ന് ഗതയിൽ തൂക്കിക്കൊണ്ട് ഓടിയപ്പോൾ കൃഷ്ണനെ നോക്കി. ഭഗവാൻ രാജസൂയ യാഗമെല്ലാം കഴിഞ്ഞു, പൂജാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, വിശിഷ്ട വ്യക്തികളെല്ലാം വന്ന് അനുഗ്രഹം മേടിച്ചു, സമ്മാനദാനം ഉണ്ടായി, എല്ലാം കഴിഞ്ഞു ഭഗവാൻ രഥത്തിൽ കയറുമ്പോ ഇദ്ദേഹം കഥയിൽ തൂക്കിക്കൊണ്ട് വളരെ അസഭ്യമായ വാക്കുകളും പറഞ്ഞ് ഭഗവാനെ നോക്കി ഈ കഥയിൽ തൂക്കി അടിക്കാനായിട്ട് വരും. എല്ലാവരും പറയുന്നു, നിന്റെ സഹോദരനാ തെറ്റ് ചെയ്തത്. ദണ്ഡവക്രം എവിടെ ഉപദേശം? ഈ ഭ്രാന്തി പിടിച്ചതിന് ഉപദേശം വല്ല പ്രയോജനം ഉണ്ടാവും? ചിലർക്കൊക്കെ ആ സമനില തെറ്റുകൊണ്ട് തലയ്ക്ക് ഭ്രാന്തി. ആ സമയത്ത് എല്ലാം ഉപദേശിച്ച കാര്യമുണ്ടാവും. ഈ ഗളയും തൂക്കിക്കൊണ്ട് എന്താ പറയാ, ഈ കണ്ണാടി കടക്കകത്ത് പോത്തിനെ വിട്ടതുപോലെ അങ്ങോട്ട് ഓട്ടം. ഭഗവാൻ ഒന്നും ചെയ്തില്ല. രഥത്തിൽ നിന്ന് കഥയെടുത്തു, ആ ഓടി വരുന്ന ദണ്ഡവക്രന്റെ തലയിൽ പോലെ അയാൾ തീർന്നു. ബാക്കിയുള്ളവർക്ക് ഭഗവാൻ അറ്റ്ലീസ്റ്റ് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വന്നു. ദണ്ഡവക്രന്റെ അടുത്ത് യുദ്ധവും ഇല്ല. ഇങ്ങനെ നമ്മുടെ ദേഹത്ത് വന്ന് ഒരു കൊതു കടിച്ചാൽ ഉടനെ നമ്മൾ പ്ലാൻ ചെയ്യും, ഈ കൊതുവിന് 7 മണിക്ക് അടിക്കണം, അപ്പൊ അവരെ വിളിക്കും, ഇവരെ വിളിക്കും, ഇത്രയൊക്കെ ചെയ്യും. കൊതു വന്നിരുന്ന നിസ്സാര കാര്യം, നമുക്കതൊരു വിഷയമേ അല്ല. അതുപോലെ ദണ്ഡവക്രൻ ഭഗവാൻ ഒരു വിഷയമല്ല. ഭ്രാന്ത്, ദേഷ്യം കൂടിയാൽ ആ ഒരു അവസ്ഥയിൽ വരും. അങ്ങനത്തെ അനുഭവം ആർക്കെങ്കിലുണ്ടോ? ദേഷ്യം കൂടി തലയ്ക്ക് പിടിച്ച അനുഭവം കുറെ പേർക്ക് കാണും. ആ അവസ്ഥയായിരുന്നു ദണ്ഡവക്രൻ. ഇങ്ങനെ മൊത്തം 6 അഴുക്കുകൾ, കാമക്രോധാദികൾ, കാമക്രോധ മോഹ ലോഭ മഹമാത്സര്യം. കംസൻ വന്ന് ദേവകിയുടെ ഓരോ പുത്രനെ എടുത്ത് അടിച്ചു കൊല്ലുമ്പോഴും ഹൃദയത്തിലിരുന്ന് ഈ 6 ലോകങ്ങളും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവകി പരിശുദ്ധയായി. 6 അഴുക്കുകൾ. നമുക്കും 6 അഴുക്കുണ്ട്. നമ്മളിവിടെ സ്ഥിരം വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ 6 കുറയ്ക്കാൻ, നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ടൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. ഈ 6 പതുക്കെ കുറയ്ക്കാൻ ശ്രമിക്കാം. ഇത് 6 കാമക്രോധ മോഹലോഭ മതം മാത്സര്യം. ഇത് 6 കുറഞ്ഞാലേ ഹൃദയത്തിൽ ആര് പ്രത്യക്ഷമാവുള്ളൂ? ഭഗവാൻ പ്രത്യക്ഷമാവുള്ളൂ. അപ്പൊ ദേവകിയുടെ 6 പുത്രന്മാരിൽ ഈ 6 പേര് കാമക്രോധാണ്. അപ്പൊ ഓരോ കുഞ്ഞിനെ വന്ന് കംസൻ കൊല്ലുമ്പോഴും ദേവകിയുടെ ഹൃദയത്തിൽ ഇരുന്ന് അഴുകി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 7ാമത്തെ കുഞ്ഞാരാണ്? 6 7ാമത്തതാരാണ്? ബലരാം. ബലരാം ആദി ഗുരുവാണ്. ഇനി കൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷമാകണമെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷമാകുന്നതിന് മുമ്പേ ആരുടെ അനുഗ്രഹം വേണം? ഗുരു കടാക്ഷം വേണം. മാതാ പിത ഗുരു ദൈവം. ഗുരു ഉണ്ടെങ്കിലേ ആരെ കിട്ടുള്ളൂ? ഗുരു കടാക്ഷം. അപ്പൊ ബലരാമനാണ് ആദി ഗുരു. ബലരാമനെ കൊല്ലാൻ പറ്റുമോ? കംസൻ മറ്റുള്ളവരെ കൊന്നതുപോലെ. അപ്പൊ ബലരാമൻ എന്ത് ചെയ്തു? ദേവകിയുടെ ഗർഭത്തിലിരുന്ന് രാത്രിക്ക്
രാത്രി ഇവിടെ മധുരയിലെ കാരാഗ്രഹത്തിൽ ഗോകുലത്തിൽ മോഹിനിയുടെ ഗർഭത്തിലേക്ക് ട്രാൻസ്ഫർ ആയി. ഇന്നൊക്കെയാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഈ IVF മറ്റേ ഈ പ്ലാന്റേഷൻ എന്തൊക്കെയോ ഇതെല്ലാം അന്നേ നടന്നു. രാത്രി കുട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ആരുടെ ഗർഭത്തിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി? ദേവകിയുടെ ഗർഭത്തിലിരുന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക്. ഇങ്ങനെ ഗർഭത്തിലുള്ള ഭ്രൂണത്തിന് ജീവനെ പറിച്ച് ഈ ഒരു സ്ഥലത്ത് നട്ടതുകൊണ്ടാണ് ബലരാമന് ഈ ഒരു പേര് സംഘർഷണ. കൃഷ്ണന്റെ പേര് ആകർഷണം, ബലരാമന്റെ പേര് സംഘർഷണം. ഏവരെയും വശീകരിക്കുന്നത് കൊണ്ട് കൃഷ്ണൻ ആകർഷണം. പക്ഷെ ഒരു സ്ഥലത്തിൽ നിന്ന് പറിച്ച് ഈ ഒരു സ്ഥലത്ത് നടുന്നത് കൊണ്ട് സംഘർഷണം. എന്താ നമ്മളുടെ ഉദ്ദേശം? ബലരാമസ്വാമിയായിട്ട് പ്രാർത്ഥിക്കാം, എനിക്ക് ഭൗതികമായ ആഗ്രഹങ്ങൾ ഇങ്ങനെ വേറിട്ടിരിക്കുകയാണ് ബലരാമസ്വാമി, എന്റെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ നിന്ന് പിഴുത ആത്മീയതയിൽ നട്ടുതരണം. അതാണ് സംഘർഷണ ഭഗവാൻ. അല്ലേ? നമുക്ക് ഭൗതികമായ ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടോ ഇല്ലേ? മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും പണത്തിനോട്, സ്ഥാനമാനങ്ങളോട്, സുഖ സൗകര്യങ്ങളോട് എല്ലാത്തിനോട്. ഇപ്പൊ ബലരാമസ്വാമി സംഘർഷണം ഈ ആഗ്രഹത്തിന് ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് ഇനി ഒരു സ്ഥലത്ത് നട്ടുതരും. അങ്ങനെ ദേവകിയുടെ ഗർഭത്തിലിരുന്ന് ബലരാമൻ എങ്ങോട്ട് പോയി? മോഹിനിയുടെ ഗർഭത്തിലോട്ട് പോയി. ശ്രീ ശ്രീ കൃഷ്ണ ബലരാമ കീ ജയ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാൻ അവതരിച്ചപ്പോൾ ഇരട്ടകളായിട്ടാണ് അവതരിച്ചത്. വസുദേവ കൃഷ്ണൻ കാരാഗ്രഹത്തിലും അതേ സമയത്ത് ഒരു ശ്യാമസുന്ദര കൃഷ്ണൻ രഹസ്യമായ അദൃശ്യമായ ഒരു കുട്ടി വൃന്ദാവനത്തിൽ യശോദയുടെ അടുത്ത്. അങ്ങനെ ആ രാത്രി 3 കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. മൊത്തം 3 കുട്ടികളാ രാത്രി ജനിച്ചത്. ഒന്ന് ദേവകിക്ക് വസുദേവ കൃഷ്ണനായിട്ട് ഒരു കുഞ്ഞ്. അവിടെ ഇരട്ട കുട്ടികൾ ഇവിടെ യശോദയുടെ ഒരു ആണ് ഒരു പെണ്ണ്. ആണ് ശ്യാമസുന്ദര കൃഷ്ണ, പെണ്ണാരാ ദുർഗ മഹാമായ ദുർഗ അവതരിച്ചു. അപ്പോ വസുദേവൻ ഈ കുട്ടിയെ രാത്രി അവിടെ കൊണ്ടുപോയപ്പോൾ ഈ 2 കൃഷ്ണന്മാരും ഒന്നായി അവിടെ കിടന്നു. ആ ദുർഗയെ വസുദേവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതെല്ലാം ഇന്ന് വൈകിട്ട് നമ്മൾ കൂടുതൽ വിശദീകരിക്കും. ഇതിൽ ഒരേ ഒരു സിദ്ധാന്തം മാത്രം ഭാഗവതം പറയുന്നത്. വസുദേവ കൃഷ്ണ ഭഗവാൻ അവതരിച്ചു. ആദ്യം കൃഷ്ണൻ അവതരിച്ചപ്പോ ശംഖചക്രഗത 4 കൈയുള്ള രൂപത്തിലാണ് കൃഷ്ണൻ അവതരിക്കുന്നത്. ശാഖാ
ഗദാകാരം ഭുജംഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ശംഖചക്ര ഗദാപത്മത്തോട് ആ ഒരു രൂപത്തിൽ ഭഗവാൻ അവതരിച്ചപ്പോ ഉടനെ ദേവകി പ്രാർത്ഥിക്കുക, കൃഷ്ണ ഈ രൂപത്തിൽ അവതരിക്കരുത്. ഇതിൽ അവതരിച്ചു കഴിഞ്ഞാൽ കംസന് പെട്ടെന്ന് തിരിച്ചറിയും അങ്ങ് ഈശ്വരനാണെന്ന്. എന്തെങ്കിലും ദ്രോഹം കാണിച്ചോളും. അതുകൊണ്ട് സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ വന്നാൽ മതി. സഹരാമേന കേശാധിപത്യാനി ഭഗവൻ കൂടാ കപടമാംശ, ഒരു മനുഷ്യ കുഞ്ഞിന്റെ രൂപത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ അതീവ സൗന്ദര്യമുള്ള വസുദേവ കൃഷ്ണൻ കാർമേകവർണ്ണൻ കസ്തൂരി തിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വനമൗക്തികം കരതലേ വേണു കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലലിതം കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലൻ ചൂടാമണി. ഭഗവാൻ ആ മനോഹരമായ ബാലനായ അവതരിച്ചു. കാർമേകവർണ്ണൻ മൂക്കിൽ വന്നിട്ട് ഭഗവാൻ അവതരിക്കുമ്പോ തന്നെ ജന്മനാ മൂക്കില് ഒരു മുത്ത്, ഒരു പേൾ ഉണ്ടായിരുന്നു. വെൽക്കം. ഹരേ കൃഷ്ണ. 5 minutes. ഓ കൃഷ്ണനുമായി ഹെൽത്ത് ഇസ് ഓൾ ഓക്കേ. അപ്പൊ ഭഗവാൻ അവതരിച്ചപ്പോ തന്നെ കയ്യിൽ ഓടക്കുഴൽ ഉണ്ടായിരുന്നു, കയ്യിൽ മുഴുവനും വളകളുണ്ടായിരുന്നു, ഒരു മുത്ത് ഉണ്ടായിരുന്നു. കണ്ടേച്ച മുത്താവലി, കഴുത്തിൽ 3 വരിയുടെ മുത്തുമാലകൾ ഉണ്ടായിരുന്നു. ഇത്രയും സൗന്ദര്യത്തോടാണ് ഭഗവാൻ ജനിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളായി നമസ്കാരത്തിൽ വെച്ച് തലമുത്തനെ അടിയുണ്ട്. വസുദേവ കൃഷ്ണനെ ഭഗവാൻ കയ്യിൽ തൂക്കിയ നിമിഷം ആ വസുദേവരുടെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങുകൾ, ചെയിന, ചങ്ങല എല്ലാം പൊട്ടിത്തെറിച്ചു. പിന്നെ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. ഈ കൃഷ്ണനെ അവിടെ കൊണ്ടുപോയി വെച്ച് ദുർഗയെ തിരിച്ചു കൊണ്ടുവന്നപ്പോ വീണ്ടും ചങ്ങലകൾ ഭാര്യയും കൂട്ടി. ഭാഗവതവും ആചാര്യന്മാരും പറയുന്നു, കൃഷ്ണ ഭഗവാനെ ഹൃദയത്തിൽ ചുമന്നു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള എല്ലാ ചങ്ങലയും ഇല്ലാണ്ടായി. നമുക്കൊക്കെ ചങ്ങലയുടെ കെട്ടുണ്ടോ? പണം അതൊരു കെട്ടാണ്. കുടുംബം, സ്ഥാനമാനം, ആരോഗ്യം, ഈ ചങ്ങലയൊക്കെ ഉണ്ടോ? ചിലർക്ക് ഒരു ചങ്ങല കാണും, ചിലർക്ക് 4, ചിലർക്ക് മൊത്തം ചങ്ങലയായിരിക്കും. ഭഗവാനെ കയ്യിലെടുത്ത നിമിഷം ആ ചങ്ങലയെല്ലാം പൊട്ടി. തിരിച്ചു വന്ന് ദുർഗയെ തൂക്കി. ദുർഗ എന്ന് പറഞ്ഞാൽ എന്തായാലും മഹാമായ. എനിക്ക് പണം വേണം, സ്ഥാനമാനങ്ങൾ വേണം, അത് വേണം, ഇത് വേണം, എല്ലാം തൂക്കി പിടിച്ചപ്പോ എന്തായി? വീണ്ടും ചങ്ങലകളെല്ലാം വസുദേവന്റെ കയ്യില്. അപ്പൊ ഭാഗവതം പറയുന്നത് ഭഗവാനെ ഹൃദയത്തിൽ ചുമന്നാൽ ഭൗതികമായ ഗ്രന്ഥി, ഈ ബന്ധനങ്ങളെല്ലാം ഇല്ലാതെയാകും. പക്ഷെ വീണ്ടും ഭൗതികതയൊക്കെ എടുത്തു പിടിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ബന്ധനങ്ങളെല്ലാം ശ്രീ ശ്രീകൃഷ്ണ. അപ്പൊ ഇതിന്റെ തുടർച്ച വൈകിട്ടുണ്ടാകും. ഇപ്പോ ഇവിടെ മനോഹരമായി ഭഗവാൻ ശ്രീ ശ്രീകൃഷ്ണ ബലരാമന്റെ ജന്മാഷ്ടമി ദിനത്തില് അവരുടെ പ്രീതിക്കായിട്ട് ശ്രീ ഡോക്ടർ താരാചന്ദ്രൻ മകളും അവരുടെ പുത്രി സൗഭാഗ്യ വെങ്കടേഷ്, അവരുടെ ഡാൻസ് സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഇന്നിവിടെ ഒരു ചെറിയ നൃത്തം ഇതിനായിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞാല് നമ്മുടെ കീർത്തനങ്ങൾ തുടരും. വൈകിട്ട് ഭഗവാന്റെ ഊഞ്ഞാൽ സേവ, നാമസങ്കീർത്തനം, സത്സംഗം 10 മണിക്ക് ഇന്ന് രാത്രി. ഇന്ന് 12 മണിക്കാണ് ഭഗവാന്റെ അവതാരം. 10 മണി തൊട്ട് അഭിഷേകം കാര്യങ്ങളൊക്കെ തുടരും. എല്ലാ പരിപാടികളിലും ഭക്തരെ പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ പരിപാടി ഉണ്ടായിരിക്കും. സോ ഈ സ്പേസ് അങ്ങനെ വെക്കേറ്റ് ചെയ്യാം. അതെ.